ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ബയോളജി സയൻസ് എക്സ്പീരിയൻസ്, അതായത് +1 ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയാൻ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 10th റിസൾട്ട് കാത്തിരിക്കുന്ന സ്റ്റുഡൻസിന് ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഐ അഡാപ്റ്റഡ് സയൻസ്. 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് സയൻസ് അഡാപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ കരിയറിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, കരിയറിന് വേണ്ടത് സയൻസ് ആണ്, അങ്ങനെ എടുക്കുന്ന ആൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കരിയറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ കരിയർ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്, ഏതൊരു ഫീൽഡിലേക്കും നമുക്ക് സയൻസ് എടുത്താൽ പോവാ എന്നുള്ള റീസണും ഉണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ ഫാമിലിയുടെ സജഷൻ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ സജഷൻ അനുസരിച്ചിട്ട് എടുക്കുന്ന ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് ഞാനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തിട്ടുള്ളതാണ് സയൻസ്. എന്തുകൊണ്ട് സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടും. കാരണം എന്റെ ആ ഒരു കരിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്ലാസ് വൈസ് തന്നെ മാറിക്കൊണ്ടിരുന്നു. ഇതാണ് ഞാൻ സയൻസ് അഡാപ്റ്റ് ചെയ്യാനുള്ള റീസൺ. അടുത്തതെന്ന് പറയുമ്പോൾ ടഫ്നെസ്. എനിക്ക് ടഫായി ഫീൽ ചെയ്തോന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ കണ്ടത്, അതായത് ഇപ്പൊ LP-യിൽ നിന്ന് UP-യിലോട്ട് വരുമ്പോ കുറച്ച് ടഫ്, UP-യിൽ നിന്ന് ഹൈസ്കൂളിലോട്ട് വരുമ്പോ കുറച്ചും കൂടി ടഫ്, പക്ഷെ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലിട്ട് വരുമ്പോ കുറച്ചധികം ടഫാണ്. അതായത് അതിന്റെ റിയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ലെവല് കൂടുന്നതിന് പകരം നമ്മൾ വലിയൊരു ലെവലാണ് +1 കൂടിയിട്ടുണ്ടാവാം. നിങ്ങൾ തന്നെ ഇപ്പോ 10th കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഇങ്ങനെ. ഇപ്പൊ നിങ്ങൾ എക്സാം ടഫ് ആണെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കമന്റ് സെക്ഷനില്. ബട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഓരോ സ്റ്റാൻഡേർഡിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും ടഫായിട്ട് തോന്നാം. സോ എനിക്കിപ്പോ ഞാൻ +1 സോ എനിക്ക് +1 ആണ് അഫ്കോഴ്സ് ടഫായിട്ട് തോന്നുക. ഇപ്പൊ +2 എത്തുമ്പോൾ നമ്മൾ +2 ആയിരിക്കും ടഫ്. അഫ്കോഴ്സ് നമ്മൾ പുതിയൊരു സ്റ്റാൻഡേർഡിൽ എത്താണ്, കുറച്ചും കൂടെ ലെവൽ കൂടണം, അതിന്റെ എക്സാം പാറ്റേൺ വേറാണ്. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചത് SCRT സിലബസ് ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ നമ്മൾ NCERT ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ആയിരിക്കും മേ ബി ടഫ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റത്തെ കുറച്ച് മന്ത്സ് ആണ് നമുക്ക് ഈ ഒരു NCERT സിലബസ് നമുക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. ആൻഡ് ഇനിയിപ്പോ നമ്മളെ ഒരു ടോപ്പർ അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അക്കാദമിക് ഡൗൺഫാള്. പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ട് തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കണം. ആൻഡ് ഓരോരുത്തർക്കും ഓരോന്നാണ് ടഫായിട്ട് തോന്നുക. എനിക്ക് പൊതുവെ ടഫ് മാത്സ് ആണ്. സോ അഫ്കോഴ്സ് +1 മാത്സ് തന്നെയാണ് ടഫ്. പക്ഷേ നമുക്ക് സബ്ജക്ട് വൈസ് മാറിക്കൊള്ളും. ആൻഡ് എനിക്ക് സബ്ജക്ട്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു 10th മുതലേ. 9th-ലും 8th-ലും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ സയൻസ് എടുത്തത്. എനിക്ക് സയൻസ് സബ്ജക്ട്സ് പഠിക്കാൻ ഇഷ്ടമാണ്. ഓവർവ്യൂ ഓഫ് സബ്ജക്ട്സ്, നമ്മൾക്ക് 10th-ല് 10 സബ്ജക്ട്സ് ആണ് ഉള്ളതെങ്കിൽ +1 സബ്ജക്ട്സിന്റെ എണ്ണം കുറയുകയും പഠിക്കാനുള്ളതിന്റെ എണ്ണം വളരെ കൂടുതലാവുകയും ചെയ്യാണ്. ഇപ്പൊ 10th-ല് നമ്മൾ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ +1 എന്ന് പറയുന്നത് അതിന്റെ ഒരു ടോപ്പിക് ആണ്, വെറും ഒരു ടോപ്പിക്. ടൈം കൺസ്യൂമിംഗ് ആണ് +1 ചാപ്റ്റേഴ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിസിക്സ് ഒക്കെ ഒരുപാട് ടൈം എടുക്കും, അതായത് ഡെറിവേഷൻസ് ആണ്. കോൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ഈസി ആയിട്ട് നമ്മൾ കയ്യിലെടുക്കാവുന്ന ഉള്ളൂ. +1 സിലബസ് ഒക്കെ എല്ലാതും നമുക്ക് അങ്ങനെ തന്നെയാണ്. 10th-ൽ ഇപ്പൊ നമ്മൾ തലേദിവസം പഠിച്ചാലും നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. ബട്ട് +1 റിയാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അതാണ് എല്ലാവരും അങ്ങനെ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നത്. ബട്ട് നമ്മൾ 10th-ൽ ഇരിക്കുമ്പോൾ നമുക്ക് 10th ആയിരിക്കും ടഫ്. ആൻഡ് ഓവർവ്യൂ ഓഫ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് +1 6 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ മലയാളമായിരുന്നു അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 10th-ൽ മലയാളം ഉള്ളവർക്കൊക്കെ സിമ്പിൾ ആണ് മലയാളം. അല്ലെങ്കിൽ 10th-ൽ ഇല്ലെങ്കിലും നമുക്ക് മലയാളം സിമ്പിൾ ആണ്. നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ്, അതായത് നമ്മളുടെ മാതൃഭാഷ ആണല്ലോ മലയാളം, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയുള്ളൂ മലയാളം ഉള്ളത്. ബാക്കിയുള്ള സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലെവൽ കൂടുതലാണെന്ന് വെച്ചാൽ ഗ്രാമർ 10th-ലേക്കാളും ഗ്രാമർ കുറവാണ്. ബട്ട് ഡിസ്കോസ് ആർ വെരി ഹൈ, അതായത് കുറെ ഡിസ്കോസ് നമുക്ക് എഴുതാണ്ടാവും. ആൻഡ് ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു 10th-നെക്കാട്ടിലും. സയൻസ് സബ്ജക്ട്സിന്റെ കേസ് എടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക്
ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഒക്കെ അല്ലാത്തത് മാത്സ് ആണ്. അതെനിക്ക് തോന്നുന്നു. എനിക്ക് മാത്സ് പഠിക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ 10th ഞാൻ എന്ത് വന്നാലും ഞാൻ A+ നേടിയിരിക്കും എന്നുള്ള ഒരു ഇതില് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ +1 ആയപ്പോ എനിക്ക് അതെന്തോ ഇതായി എന്നാ തോന്നുന്നത്. എന്തായാലും +2 എനിക്ക് ഓക്കെ ആക്കണം. ബയോളജിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ഇതില് ഡയഗ്രാംസ് എനിക്കിഷ്ടമാണ്. ഡയഗ്രാംസ് വരയ്ക്കാനും അതായത് നോട്ട്സ് ഉണ്ടാക്കാനും ബയോളജിന്റെ നോട്ട്സ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ +1 ഭയങ്കര കളർഫുൾ, എന്റെ ക്ലാസ്സിൽ തന്നെ കളർഫുൾ ആയിട്ടുള്ള നോട്ട് എന്തായിരിക്കും. ഡയഗ്രാംസ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരച്ച് അങ്ങനെ. എനിക്ക് റെക്കോർഡൊക്കെ വരക്കാൻ ഇഷ്ടമാണ് ബയോളജിന്റെ. എന്റെ സിസ്റ്റർ ബയോളജി സയൻസ് ആയിരുന്നു. അവള് റെക്കോർഡൊക്കെ വരക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ +2 എത്തുമ്പോ ഈ ഇഷ്ടം പോവോന്ന് അറിയില്ല. കാരണം ഒരുപാട് റെക്കോർഡ് വരക്കാനുണ്ട്. ചിത്രം വരക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് കേട്ടോ. ബയോളജിയിലെ ടഫ്നെസ് എന്ന് പറയുമ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ 2 പാർട്ടാണ് +1. അപ്പൊ സുവോളജി ആൻഡ് ബോട്ടണിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സുവോളജി കുഴപ്പമില്ല. നമ്മള് 10th പഠിച്ച പോലെയാണെന്ന് വെച്ചാൽ അല്ല. നെവർ 10th ബയോളജിയും അതേപോലെ +1 ബയോളജി കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയ കാര്യങ്ങള് +1 ഉണ്ടാവും. ബട്ട് പുതിയ എത്രയോ ടേംസ് ബോട്ടണിയിലാണ് ഞാൻ പറയുന്നത്. ബോട്ടണിന്റെ റിയാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടേംസ്, അതായത് പുതിയ ടേംസ് ആണ്. അതായത് നമ്മുടെ മനസ്സിൽ പോലും നിൽക്കാത്ത ഒരുപാട് ടേംസ് ആണ് ബോട്ടണിയിൽ ഉള്ളത്. എനിക്ക് കുറച്ചുകൂടി ബോട്ടണിയാണ് ടഫായിട്ട് തോന്നിയത്. എല്ലാരും ബോട്ടണിയാണ് ടഫായിട്ട് പറയാറുള്ളത്. സുവോളജി അങ്ങനെ ആരും ടഫായിട്ട് പറഞ്ഞ എനിക്ക് തോന്നിയിട്ടില്ല. ഈ 2 എക്സാംസ്, അതായത് ബയോളജി ടോട്ടല് 60 മാർക്സിലാണ് വരുന്നത്. ആൻഡ് സുവോളജി 30 മാർക്സ്, ബോട്ടണി 30 മാർക്സ്, ടോട്ടൽ 60 മാർക്സ്. ആൻഡ് എല്ലാതും 60 മാർക്സിലല്ല. ലാംഗ്വേജസ്, അതായത് മലയാളം ഇംഗ്ലീഷ് 80 മാർക്സിൽ തന്നെയാണ്. അതായത് ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി 10th 80 മാർക്സിലാണ് എഴുതിയത്. പക്ഷെ മലയാളം കുറച്ച് എഴുതാനുണ്ടാവും കേട്ടോ. അതായത് മലയാളം അല്ല, അപ്പൊ ഞങ്ങൾ ഏതൊരു ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് എഴുതാനുണ്ടാവും. 10th പോലെ 10th നമ്മൾ 40 മാർക്സിലല്ലേ എഴുതുന്നത്. ആൻഡ് ഇപ്പോ നിങ്ങൾക്ക് സിലബസ് മാറിയതുകൊണ്ട് നിങ്ങളുടെ സബ്ജക്ട്സ് എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ കുറച്ചും കൂടി +1 റിലേറ്റഡ് കണ്ടന്റ് ആണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ബട്ട് ഞങ്ങൾ പഠിച്ചത് അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇനിയിപ്പോ +2 ഞാൻ സിലബസ് മാറുന്നതിന് മുന്നെയാണ് 10th പഠിച്ചത്. ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുവരെ. പക്ഷെ നിങ്ങൾ പഠിച്ചത് നോക്കുമ്പോൾ നിങ്ങൾക്ക് +1 ഈസി ആവോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി എന്റെ മൈ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ +1 അങ്ങോട്ട് പോയി. കുറച്ച് ടൈം എടുത്തു. അതായത് SCRT നിന്ന് ഈ NCERT സിലബസ് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുത്തു. ബട്ട് ലാസ്റ്റ് ആയപ്പോ കുറച്ച് ശരിയായി വന്നു. പക്ഷെ മാത്സ് ആണ് ഒത്തു പോവാഞ്ഞത്. മാത്സ് എന്തായാലും ഇപ്രാവശ്യം സെറ്റ് ആക്കണം. നേരത്തെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെയാണ് കരുതുന്നത്. എന്താവോ എന്തോ. സോ ദിസ് ഇസ് മൈ ഓവർവ്യൂ ഓഫ് ബയോളജി സയൻസ്. അപ്പൊ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ 10th റിസൾട്ട്സ് വെയിറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഹോപ്പ് ദിസ് വീഡിയോസ് യൂസ്ഫുൾ ഫോർ യു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജി സയൻസിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദാറ്റ്സ് ഫോർ ടുഡേ.